ജാവ ആക്സസ് മോഡിഫയേഴ്സ് ആൻഡ് പാക്കേജ് ലെവൽ ആക്സസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു 4 മോഡിഫയേഴ്സ് ഉണ്ട് അല്ലേ ജാവയ്ക്ക് വേണ്ടിയിട്ട്, പബ്ലിക്, പ്രൊട്ടക്റ്റഡ്, ഡിഫോൾട്ട്, പ്രൈവറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പബ്ലിക് എന്ന് പറയുന്നത് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. പബ്ലിക് എന്ന് പറയുന്നത് ക്ലാസ്സിനും പാക്കേജിനും സബ് ക്ലാസ്സിനും ആസ് വെൽ ആസ് ഔട്ട്സൈഡ് പാക്കേജുകൾക്കും ആക്സസ് ചെയ്യുന്ന മോഡിഫയർ ആണ് പബ്ലിക്. പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ ക്ലാസും പാക്കേജും സബ് ക്ലാസ് ഉണ്ട്, പക്ഷെ പുറത്തുള്ള പാക്കേജുകൾക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഡിഫോൾട്ട് അല്ലെങ്കിൽ നോ മോഡിഫയർ ക്ലാസ്സിനും പാക്കേജിനും ആക്സസ് ചെയ്യാൻ പറ്റും, മറ്റുള്ളവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. പ്രൈവറ്റ് എന്ന് പറയുമ്പോൾ ആ ക്ലാസ്സിനകത്ത് മാത്രമാണ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ പ്രോഗ്രാംസ് കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യത്തേത് പബ്ലിക്. സോ നമ്മൾ മുന്നേ പറഞ്ഞു, പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസ്സോ അല്ലെങ്കിൽ മറ്റേത് പാക്കേജ് ആണെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റുന്നതിനെ നമ്മൾ പബ്ലിക് എന്ന് പറഞ്ഞു. ഓക്കെ, സോ ഇത് ഗ്ലോബൽ ആക്സസിനെയാണ് നമ്മൾ പബ്ലിക് എന്ന് പറയുക. അപ്പോൾ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? പാക്കേജിനകത്ത് മൈ പാക്ക് എന്ന് പറഞ്ഞൊരു പാക്കേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് നമ്മൾ പബ്ലിക്കിനകത്ത് ക്ലാസ് എ എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്തു. അതിന് ആവശ്യമുള്ള ഒരു വോയിഡ് ഫംഗ്ഷൻ നമ്മൾ കൊടുത്തു. അതായത് വോയിഡ് ഷോ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. പബ്ലിക് മെത്തേഡ് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. ബേസിക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം. സോ ഇതിനകത്ത് നമ്മൾ പബ്ലിക് എന്ന് കൊടുത്തത് കൊണ്ട് നമുക്ക് ആ ക്ലാസ്സോ അല്ലെങ്കിൽ മറ്റേത് പാക്കേജിന് വേണമെങ്കിലും അത് ഗ്ലോബലി നമുക്ക് ഈ ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് പബ്ലിക്. അടുത്തത് പ്രൊട്ടക്റ്റഡ്. പ്രൊട്ടക്റ്റ് പേര് പറയുന്നത് പോലെ തന്നെ ആ പാക്കേജിനകത്തോ അല്ലെങ്കിൽ ആ പാക്കേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള സബ് ക്ലാസ്സുകൾക്കോ ആക്സസ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ പ്രൊട്ടക്റ്റഡ് എന്ന് പറയുക. പ്രൊട്ടക്റ്റഡ് നമ്മൾ ഈ ടോപ്പിക് നമ്മൾ ഇൻഹെറിറ്റൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അതോ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേസ് ക്ലാസ് അതിനെ തന്നെ സംബന്ധിച്ചിട്ടുള്ള ഒരു സബ് ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പം ആ ബേസ് ക്ലാസ്സിനും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതിന് ഡിപ്പെൻഡ് ചെയ്ത് വന്നിട്ടുള്ള സബ് ക്ലാസ്സുകൾക്കും മാത്രമാണ് ആക്സസ് ചെയ്യാൻ പറ്റുക പ്രൊട്ടക്റ്റഡ് അല്ലേ. സോ ഇവിടെ നോക്കിയേ, അപ്പോൾ നമുക്ക് ഇവിടെ 2 പാക്കേജുകളായിട്ടാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു പാക്കേജും അതിൻ്റെ പാക്കേജിൽ വരുന്ന സബ് ക്ലാസ്സുകൾക്കും ഇത് ആക്സസ് ചെയ്യാൻ പറ്റുന്നല്ലേ നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടെ 2 പാക്കേജുകളായിട്ടാണ് ആവശ്യമുള്ളത്. അപ്പോൾ പാക്കേജ് എ, ആദ്യം നമുക്ക് പാക്കേജ് മൈ പാക്ക് എന്ന് പറഞ്ഞൊരു പാക്കേജ്, ആദ്യത്തെ പാക്കേജ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം പബ്ലിക് ക്ലാസ് എ എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. അതിനാവശ്യമുള്ളത് നമ്മൾ പ്രൊട്ടക്റ്റഡിലായിട്ടാണ് വോയിഡ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം അത് ആ ഒരു ഭാഗത്ത് മാത്രമായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊട്ടക്റ്റഡിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എല്ലാം പ്രൊട്ടക്റ്റഡ് മെത്തേഡ് എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് കൊടുത്തു, അതിനെ ക്ലോസ് ചെയ്തു. അപ്പോൾ ആദ്യത്തെ പാക്കേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. രണ്ടാമത്തെ പാക്കേജ് അതർ പാക്കേജ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ അതർ പാക്കേജിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഇമ്പോർട്ട് മൈ പാക്ക് ഡോട്ട് എ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കൊടുക്കണമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇമ്പോർട്ട് ചെയ്യാണ്. ആരെ ഇമ്പോർട്ട് ചെയ്യാണ്? നമുക്ക് ഈ ക്ലാസ് എ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഡാറ്റയെ നമ്മൾ നമ്മുടെ പുതിയ പാക്കേജിലോട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ അതെങ്ങനെയാണ്? അപ്പോൾ നമ്മളത് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയിൽ കൊണ്ടുവരണം അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് ബി എക്സ്റ്റെൻസ് എ എന്ന് പറഞ്ഞ് കൊടുക്കണം. അപ്പോൾ ക്ലാസ് ബി എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ക്ലാസ് എയുടെ സബ് ക്ലാസ് ആണെന്ന് നമുക്കറിയാം. ഇൻഹെറിറ്റൻസ് പഠിച്ചിരുന്നെങ്കിൽ നമുക്കിത് പെട്ടെന്ന് മനസ്സിലാവും. സോ ക്ലാസ് ബി എന്താണ്? എയുടെ സബ് ക്ലാസ് ആണ്. അപ്പോൾ നമ്മുടെ തിയറി അനുസരിച്ചിട്ട് നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ആ പാക്കേജിനകത്തോ ആക്സസ് വിത്തിൻ ദ സെയിം പാക്കേജ് ആൻഡ് ആൾസോ ബൈ ദ സബ് ക്ലാസസ് ഇൻ ദ അതർ പാക്കേജസിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പ്രൊട്ടക്റ്റഡ് എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് നമുക്ക് പ്രൊട്ടക്റ്റഡിൻ്റെ ഒന്നും പേര് കൊടുക്കേണ്ട ആവശ്യമില്ല. വോയിഡ് കോൾ ഡിസ്പ്ലേ എന്ന് പറഞ്ഞു കൊടുത്താൽ തന്നെ നമ്മൾ ഡിസ്പ്ലേ ഫംഗ്ഷൻ നമ്മൾ അവിടെ ഇൻവോക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബി എന്ന് പറഞ്ഞിട്ടുള്ള സബ് ക്ലാസ്സിനകത്ത് എ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. സോ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ഒരു പാക്കേജ് അല്ലെങ്കിൽ അതിൻ്റെ സബ് പാക്കേജുകൾക്കെല്ലാം പ്രൊട്ടക്റ്റഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡാറ്റാസ് തമ്മിൽ ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിനകത്ത് പറഞ്ഞു വരുന്നത്. ഓക്കെ, അടുത്ത ടോപ്പിക്ക് ഡിഫോൾട്ട് അല്ലെങ്കിൽ നോ മോഡിഫയർ. ഇത് പേര് പോലെ തന്നെ നമ്മൾ പ്രൈവറ്റിൻ്റെ ഒരു കാര്യമാണ് കേട്ടോ ഇതിനകത്ത് വരുന്നത്. പാക്കേജ് പ്രൈവറ്റ് ആയിട്ട് തന്നെ ഇവിടെ സൂക്ഷിക്കും. ഓക്കെ, ആക്സസ് ഓൺലി വിത്തിൻ ദ സെയിം പാക്കേജ്. അതേ പാക്കേജിനകത്ത് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുക? ഇതിനെ ആക്സസ് ചെയ്യാൻ പറ്റുക. സോ യൂസ്ഡ് വെൻ യു വാണ്ട് എ ക്ലാസ് ഓർ മെത്തേഡ് ടു ബി ഹിഡൻ ഫ്രം ദ അതർ പാക്കേജസ്. അപ്പോൾ നമ്മുടെ പാക്കേജിനകത്ത് ആ ക്ലാസ്സോ മെത്തേഡോ നമുക്ക് ഹിഡൻ ആയിട്ട് സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ ഡിഫോൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള കേസാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നു. ഓക്കെ, പാക്കേജ് മൈ പാക്ക് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ക്ലാസ് എ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് എ എന്ന് പറഞ്ഞു ക്ലാസ് നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്തു. ഷോ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. അവിടെ നമ്മൾ വേറെ കീവേഡ്സും കാര്യങ്ങളൊന്നും ഉപയോഗിക്കില്ല. ഡിഫോൾട്ട് ആയിട്ട് തന്നെ ഒരു ക്ലാസ് നമ്മൾ കൊടുക്കുകയാണ്. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എല്ലാം ഡിഫോൾട്ട് ആക്സസ് മെത്തേഡ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു. സോ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ക്ലാസ് എ ഉണ്ടല്ലോ,
cannot be accessed from a class in different packages. മറ്റ് പാക്കേജിനകത്തുള്ള ക്ലാസ്സുകൾക്ക് ഈ ക്ലാസ്സിന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഡിഫോൾട്ട് ആയിട്ട് നമ്മൾ അവിടെ കൊടുത്തിട്ടുള്ള അവിടെ പ്രൈവറ്റ് പ്രൊട്ടക്റ്റഡ് പബ്ലിക് ഒന്നും കൊടുക്കാത്തത് കൊണ്ട് മറ്റുള്ളവർക്ക് ഇത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊന്നും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, ഇത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പ്രൈവറ്റ്. സോ എന്താണ് പ്രൈവറ്റ് നോക്കാം. പ്രൈവറ്റ് എന്ന് പറയുന്നത് ആ ഒരു സെയിം ക്ലാസ്സിനകത്ത് മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ പ്രൈവറ്റ് എന്ന് പറയുക. സോ മറ്റ് ക്ലാസ്സുകൾക്കോ അല്ലെങ്കിൽ മറ്റ് പാക്കേജുകൾക്കോ നമുക്കിതിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇത് മെയിനായിട്ടും ഡാറ്റ ഹൈഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. സോ പാക്കേജ് മൈ പാക്ക് എന്ന് പറഞ്ഞൊരു പാക്കേജ് നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്തു. പബ്ലിക് ആയിട്ടാണ് നമ്മൾ ക്ലാസ്സിനെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിലും അതിനകത്തുള്ള ഡാറ്റ നമ്മൾ പ്രൈവറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. സോ പ്രൈവറ്റ് ഇൻ എക്സ് ഈസ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഡാറ്റ ആ ക്ലാസ്സിനകത്ത് മാത്രമായിട്ട് സൂക്ഷിച്ചിരിക്കും. ഓക്കെ, പ്രൈവറ്റ് വോയിഡ് ഡിസ്പ്ലേ അതും ആ ഒരു ക്ലാസ്സിനകത്ത് മാത്രമായിട്ടായിരിക്കും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇതാണ് ആക്സസ് മോഡിഫയേഴ്സ്. സോ ഇതെല്ലാം നമ്മൾ പ്രീവിയസ്ലി ഡിസ്കസ് ചെയ്ത പോയിന്റുകൾ തന്നെയാണ്.